പ്രണയതീരം ഭാഗം 37. കല്യാണിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്താ ഏട്ടാ? അവൾ ചോദിച്ചതും ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കാൻ തോന്നി, അവൻ പറഞ്ഞു. എന്നാൽ അവൻ്റെ മുഖത്തെ ഭാവമാറ്റം, ടെൻഷനും എല്ലാം കണ്ടപ്പോൾ ദേവു കണ്ണൊന്ന് ചുരുക്കി അവനെ നോക്കി. കല്യാണിയോട് എന്തോ സംസാരിച്ച് തിരിഞ്ഞ കല്യാൺ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന ദേവുനെയാണ്. അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചതും അവളും തിരിച്ച് അതുപോലെ തന്നെ എന്താ എന്ന് ചോദിച്ചു. അവൻ ഒന്നുമില്ല എന്ന് രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു. അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മുത്തശ്ശനടക്കം പോയവരെല്ലാവരും തിരിച്ചു വന്നത്. ഇതെന്താ, നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും വന്നില്ലല്ലോ? മുത്തശ്ശനെ കണ്ടതും മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശൻ്റെ മുഖത്തെ ദേഷ്യവും വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഭാവം കണ്ടതും എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കല്യാണിയുടെ അമ്മ ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, താൻ പോയി ചായ എടുക്ക് എല്ലാവർക്കും, കല്യാണിയുടെ അച്ഛൻ പറഞ്ഞതും അമ്മയും മുത്തശ്ശിയും എല്ലാം കിച്ചണിലേക്ക് പോയി. എന്തായി? അവരെ കണ്ടതും കല്യാൺ വന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം കൂടി പുറകുവശത്തേക്ക് പോയിട്ടുണ്ട്, കല്യാൺ പറഞ്ഞു. എന്തായെന്ന് പറയ്, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വല്ലാത്ത ടെൻഷനായിരുന്നു. എന്താ അവന്മാർ പറഞ്ഞത്? ആരാ ഇതിന് പിന്നിൽ? കല്യാൺ ചോദിച്ചു. മുത്തശ്ശൻ ആദിയെ നോക്കിയതും ആദി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കല്യാണിന് നേരെ നീട്ടി. കല്യാൺ അതിൽ പ്ലേ ചെയ്യുന്ന വീഡിയോ നോക്കി. അല്പസമയം അങ്ങനെ നിന്നു. ആ വീഡിയോ കാണുന്തോറും കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവനവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്തും ദേഷ്യം തന്നെയായിരുന്നു. മുത്തശ്ശിയും അമ്മമാരും അവർക്കുണ്ടാക്കിയിരിക്കുന്ന ഇലയപ്പവും കോഫിയുമായിട്ട് വന്നു. എല്ലാവരുടെയും മുഖത്ത് ദേഷ്യം കണ്ടിട്ട് ഒന്നും ചോദിക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശിയോട് ചോദിക്കാൻ പറയുകയായിരുന്നു അവർ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തശ്ശി മുത്തശ്ശനോട് ചോദിച്ചു. പറയാം, പിന്നെ ആവട്ടെ, കുട്ടികൾ കേട്ടാൽ ശരിയാവില്ല, മുത്തശ്ശൻ പറഞ്ഞു. ഇനി മുതൽ കല്യാണിയെ കോളേജിലേക്ക് വിടണ്ട. മുത്തശ്ശൻ പറഞ്ഞതും അയ്യോ അതെന്താ? മോളോട് പറഞ്ഞാൽ മോൾക്ക് വിഷമാവില്ലേ? കല്യാണിയുടെ അമ്മ ചോദിച്ചു. മോളുടെ വിഷമമാണോ വലുത്, മോളുടെ ജീവനാണോ വലുത്? മുത്തശ്ശൻ അല്പം കടുപ്പത്തിൽ ചോദിച്ചതും എന്താ എന്താ നിങ്ങൾ പറയുന്നേ? മുത്തശ്ശി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ പറയാന്ന്, ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. മോളെ എന്തായാലും കുറച്ച് നാളത്തേക്ക് കോളേജിലേക്ക് വിടണ്ട. കോളേജിൽ ഞാൻ പറഞ്ഞോളാം, മുത്തശ്ശൻ പറഞ്ഞു. എന്നാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, എമർജൻസി മീറ്റിംഗ് ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് ആദി അവിടെ നിന്നും എഴുന്നേറ്റതും അവൻ്റെ പുറകെ തന്നെ കിച്ചു ചെന്നു. ആദി, ഇതിനി നീട്ടിക്കൊണ്ടു പോകണോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണ്ടേ? ഇനിയും നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ എത്ര നാളാന്ന് വെച്ചാൽ നമ്മൾ മോളെ ഇവിടെ വീട്ടിൽ തന്നെ ഇരുത്തുന്നത്? ഇപ്പോൾ മുത്തശ്ശൻ പറഞ്ഞതുപോലെ കോളേജിലേക്ക് വിടുന്നില്ല എന്ന് വയ്ക്കുക. എത്ര ദിവസം, എത്ര നാൾ മോളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തും? അത് മാത്രമാണോ, അവരെല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതാണ്, അതുപോലും ചിലപ്പോൾ നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനിയും അവന്മാരെ വിലസാനായിട്ട് വിട്ടുകൊടുക്കരുത്, കിച്ചു പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് കല്യാൺ അവരുടെ അടുത്തേക്ക് വന്നത്. കല്യാണിൻ്റെ പുറകെ തന്നെ കിഷോറും വന്നു. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ കല്യാണിയോട് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞു. അവൾ പോകാതിരുന്ന അറിയാലോ, ബാക്കി 3 പേരും അവരും പോകില്ല. ഇങ്ങനെ അവരുടെ ഭാവി നമ്മളായിട്ട് കളയണോ? കിഷോർ ചോദിച്ചു. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ മോളോട് പറയും? അവളോട് പറഞ്ഞാൽ അതിനൊരു കാരണം പറയേണ്ടി വരില്ലേ? കല്യാൺ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞോളാം, ആദി പറഞ്ഞു. അത് ശരിയാ, നിനക്കേ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ കല്യാണി മോളെ മാത്രം കോളേജിലേക്ക് വിടാതിരുന്നിട്ട് കാര്യമില്ല. അവളുടെ കൂടെയുള്ള ബാക്കി 3 പേരുടെ കാര്യത്തിലും തീരുമാനമാക്കണം. മോള് മാത്രം കോളേജിൽ പോകാതിരുന്നാലും കാര്യമില്ലല്ലോ. ഇവരെ 3 പേരെയും വെച്ച് ഭീഷണിപ്പെടുത്തുകയോ വല്ല ട്രാപ്പിലാക്കുകയോ ചെയ്താൽ കല്യാണിയുടെ സ്വഭാവം അറിയാലോ, മറ്റൊന്നും നോക്കില്ല. കൂട്ടുകാർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് ഇവരെയും കൊണ്ടൊരു ട്രിപ്പ് പോയാലോ? അതിൻ്റെ പേര് പറഞ്ഞ് കുറച്ച് ദിവസം കോളേജിൽ പോകാതിരിക്കുകയും ചെയ്യും. ഇവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല, അവന്മാരെ നമ്മുടെ കിണിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു വഴി ഈ ട്രിപ്പിലൂടെ നമുക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. ഉറപ്പായിട്ടും അവർ ഈ വീടും പരിസരവും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ ഫോളോ ചെയ്തു വരാനുള്ള ചാൻസ് 100% അതിലൂടെ
അവരെ നമുക്ക് പിടിക്കാൻ പറ്റിയാലോ? കിഷോർ ചോദിച്ചതും എല്ലാവരും പരസ്പരം നോക്കി. അത് ഏട്ടൻ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്, കല്യാൺ പറഞ്ഞു. ആദിത്യ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും എന്താ ആദി, നീ എന്താ പറയാത്തതൊന്നും? അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ലേ നിനക്ക്? കിച്ചു ചോദിച്ചതും ശരിയാ പറഞ്ഞത്. കല്ലുവിനെ നമ്മളിങ്ങനെ എത്ര ദിവസം വീട്ടിൽ തന്നെ നിർത്തും? അത് മാത്രമല്ല, കല്യാണി പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അവന്മാരെ നമുക്ക് പിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആ ഒരു ഐഡിയ നല്ലതാണ്, ആദ്യം പറഞ്ഞു. എന്തായാലും ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു കേസാണ്. സത്യയുടെ കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ആദി പറഞ്ഞതും എന്താടാ സത്യയ്ക്ക്? കിച്ചു ചോദിച്ചു. ഇല്ല, വേറെ ഒന്നുമല്ല. അവനെ കാണിച്ച ഡോക്ടർ ഒന്നുകൂടി അവനെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കുറച്ച് എന്തൊക്കെയോ ടെസ്റ്റുകൾ എടുക്കാനാണ് പറഞ്ഞത്. ആ റിസൾട്ട് അദ്ദേഹത്തിന് US അവനെ നോക്കുന്ന ഡോക്ടർക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം സത്യയുടെ വീട്ടിൽ ചെന്ന് അവനെയും കൂട്ടിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഞാൻ കൂടി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്, ആദി പറഞ്ഞു. നീ എന്തായാലും പോയിട്ട് വാ, വൈകുന്നേരം നീ വന്നിട്ട് നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം, കിച്ചു പറഞ്ഞു. അവരുടെ യാത്ര പറഞ്ഞ് ആദി സത്യയുടെ വീട്ടിലേക്ക് പോയി. സത്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവന് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തു. അവൻ്റെ ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിസൾട്ടും വാങ്ങിയിട്ടാണ് ആദി തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയതും അവനെ കാത്തുന്നത് പോലെ കല്യാണും കിച്ചുവും കൈലാസും എല്ലാം പുറത്ത് തന്നെ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ആദി, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അവൻ അവരുടെ അടുത്തേക്ക് വരാൻ പോയതും കിച്ചു പറഞ്ഞു. എന്നാ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദി വേഗം അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് ചെന്നപ്പോൾ ആദി നോക്കിയത് കല്യാണിയെയാണ്. താഴെയെങ്ങും അവളെ കാണാതായതും അമ്മേ, കല്യാണി എന്തേ? ആദി ചോദിച്ചു. മോള് മുകളിലുണ്ട്. കൂട്ടുകാരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ പോയിട്ട് കുറേ സമയമായി. ഇനിയും എഴുന്നേറ്റില്ലെങ്കിൽ രാത്രിയും ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങും പെണ്ണ്. മോനൊന്ന് വിളിച്ചേക്ക്, കല്യാണിയുടെ അമ്മ പറഞ്ഞതും ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ആദി റൂമിലേക്ക് ചെന്നു. കല്യാണിയുടെ റൂമിലേക്കാണ് അവൻ ചെന്നത്. ചെന്നപ്പോഴേ കണ്ടു ബെഡിൽ കൊച്ചു കുട്ടികൾ കിടക്കുന്നത് പോലെ 2 കൈയും കവിളിനടിയിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന കല്യാണിയെ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ അടുത്ത് ബെഡിൽ തന്നെ ഇരുന്നു. അവളുടെ തലയിൽ ഒന്ന് തലോടി. പിന്നെ വേഗം തന്നെ എഴുന്നേറ്റ് അവളുടെ റൂമിൽ തന്നെ അവൻ ഫ്രഷായി ഇറങ്ങി. അവൻ ഫ്രഷായി ഇറങ്ങിയിട്ടും അവൾ നല്ല ഉറക്കം തന്നെയാണ്. അവൻ്റെ മുടിയൊന്ന് അവളുടെ മുഖത്തിനടുത്ത് കൊണ്ടുവന്ന് കുടഞ്ഞതും വെള്ളത്തുള്ളികൾ മുഖത്ത് വീണതും അവൾ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു. എന്താ ആദ്യേട്ടാ? അവൾ ചോദിച്ചു. എത്ര നേരമായി ഉറങ്ങുന്നത്? അമ്മ പറഞ്ഞു കുറേ സമയമായെന്ന്. എഴുന്നേക്ക്, ഒന്നും കഴിക്കണ്ടേ? അതിന് സമയം ഒരുപാടായോ? കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവൾ ചോദിച്ചു. പിന്നെ സമയം ഒരുപാടായി. എഴുന്നേക്ക്, ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോകാം, ആദി പറഞ്ഞു. ആദ്യേട്ടൻ എപ്പോഴാണ് വന്നേ? അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. ഞാൻ വന്നതേയുള്ളൂ. ഇന്ന് സത്യയുടെ ആവശ്യത്തിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്, അവൻ പറഞ്ഞു. എന്ത് പറ്റി സത്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ? അത് അവൻ്റെ കുറച്ച് ടെസ്റ്റുകൾ നടത്താനുണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാണ്, ആദി പറഞ്ഞു. സത്യയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ആദ്യേട്ടാ? അവൾ ചോദിച്ചു. ഒരു കുഴപ്പമില്ല. അതാലോചിച്ച് എൻ്റെ പെണ്ണ് ടെൻഷൻ അടിക്കണ്ട. അവന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരുമ്പോൾ മറ്റൊരു സത്യമായിട്ടായിരിക്കും അവൻ തിരിച്ചു വരുന്നത്. ആ ഒരു ഉറപ്പ് ഞാൻ തരാം, പോരെ? ആദി അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഒരുപാട് സന്തോഷമാവും ആ അങ്കിളിനും ആൻറ്റിക്കും. അവരുടെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ സത്യയുടെ ആ സംസാരശേഷി ഇല്ലാത്തത് തന്നെയാണ്. അവനന്ന് ആ ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് പോലും ഒരുപാട് പേരുടെ കളിയാക്കലിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു. അവൻ സംസാരിച്ചിട്ട് വേണം. ഇത്രയും നാളും അവനെ കളിയാക്കിക്കൊണ്ടിരുന്ന ആളുകളുടെ മുന്നിൽ അവനെ കൊണ്ടുവന്ന് നിർത്താൻ എനിക്ക്, കല്യാണി പറഞ്ഞു. അതൊക്കെ സംഭവിക്കും. ഇപ്പോൾ എൻ്റെ പെണ്ണ് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എനിക്ക് വിശക്കുന്നുണ്ട്, ആദി പറഞ്ഞു. അയ്യോ, എന്നാ ആദ്യമായിട്ടും പോയിക്കോ, ഞാൻ വന്നോളാം, അവൾ പറഞ്ഞു. അത് വേണ്ട, വേഗം പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് വിട്ടു. ആദി കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടത്. അവൻ ഫോൺ എടുത്ത് നോക്കിയതും ബാലേട്ടനായിരുന്നു. അവൻ ബാലേട്ടൻ അയച്ച മെസ്സേജ് കണ്ടു. ഓക്കെ എന്ന് മാത്രം അവനൊരു റിപ്ലൈയും കൊടുത്തു.
അവൻ ഫോൺ നോക്കി ബെഡിലിരിക്കുമ്പോഴാണ് കല്യാണി ഇറങ്ങി വന്നത്. പോകാം, ആദി ചോദിച്ചു. ആദി അവൾക്ക് നേരെ കൈനീട്ടിയതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും ഒരുമിച്ച് താഴേക്ക് വന്നതും ആദിയുടെ അമ്മ അവരെ രണ്ടുപേരെയും ചായ കുടിക്കാനായി വിളിച്ചുകൊണ്ടുപോയി. എത്ര സമയമായെന്നറിയോ ഉറങ്ങിയിട്ട്? എന്തു പറ്റി മോളെ? ക്ഷീണം തോന്നുന്നുണ്ടോ? വയ്യായിക വല്ലതും തോന്നുന്നുണ്ടോ? മുത്തശ്ശി അവളുടെ അടുത്ത് വന്ന് അവളെ നെറ്റിയിലെല്ലാം തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല മുത്തശ്ശി, അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഉറങ്ങണം തോന്നി, അങ്ങനെ പോയി കിടന്നതാ, അവൾ പറഞ്ഞു. ആദി, അപ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് കിച്ചു വന്ന് വിളിക്കുന്നത്. എന്താ? ആദി ചോദിച്ചു. എടാ നീയൊന്ന് വന്നേ എന്ന് പറഞ്ഞ് കിച്ചു ആദിയെയും വിളിച്ച് പുറത്തേക്ക് പോയി. എല്ലാത്തിനും എന്തൊരു കള്ള ലക്ഷണമുണ്ട്. കുറേയായി മാറി നിന്ന് സംസാരവും മറ്റും. ആദിയുടെ അമ്മയാണ് പറഞ്ഞത്. അത് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. നടക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. സർപ്രൈസ് ഒരുക്കാൻ അവരെ കഴിഞ്ഞിട്ടില്ലേ ആളുള്ളൂ, കല്യാണിയുടെ അമ്മയും പറഞ്ഞു. ആദിയെ കൊണ്ട് അവർ ഗാർഡനിലേക്കാണ് പോയത്. നിന്നെ ഇത്ര നേരം നോക്കി നിന്നു. കാണാതായപ്പോൾ തോന്നി ഞങ്ങളുടെ പെങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാകുന്നു. അതാ ഞാൻ ഇവനെ വിട്ടത്. അല്ലെങ്കിലേ ഒരു കാര്യം നടക്കില്ല. ഞങ്ങൾ കുറേ നേരമായി ഇവിടെ നിന്ന് പ്ലാനിങ് നടത്തി തുടങ്ങിയിട്ട്, കിച്ചു പറഞ്ഞു. എന്നിട്ട് എന്താ പ്ലാൻ ചെയ്തത്? അത് കേൾക്കട്ടെ, ആദി പറഞ്ഞു. അത് ഇപ്പോൾ ഈ 2-3 ദിവസത്തേക്ക് നമുക്ക് ഇവരെയും കൊണ്ട് ഇവിടുന്ന് മാറി നിൽക്കാം. അതിനിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു കാരണം കൂടിയുണ്ട്. നീ ഇന്ന് സത്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് പറഞ്ഞു? ഡോക്ടർ അവനെ എന്നത്തേക്ക് US പോകാമെന്നാണ് പറയുന്നത്, കൈലാഷ് ചോദിച്ചു. സത്യയ്ക്ക് US പോകാൻ എന്തായാലും ഒരു 2 ആഴ്ച എടുക്കും. ഹോസ്പിറ്റൽ റിപ്പോർട്ടും പിന്നെ കുറച്ച് പേപ്പർ കാര്യങ്ങളും ക്ലിയർ ചെയ്യാനുണ്ട്. അതെല്ലാമായിട്ടേ അവന് പോകാൻ പറ്റൂ. എന്നാൽ പിന്നെ നമ്മുടെ യാത്രയിൽ അവനെയും കൂടെ കൂട്ടാം. അതെന്തിനാ? ആദി ചോദിച്ചു. ആദി, ഇന്നവർ സംസാരിച്ചതിൽ നിന്നും നിനക്ക് മനസ്സിലായല്ലേ? സത്യയുമായിട്ടുള്ള കല്യാണിയുടെയും കൂട്ടുകാരുടെയും സൗഹൃദം വരെ അവർക്ക് നന്നായിട്ടറിയാം. അവർ കല്യാണിയും കൂട്ടരെയും ഫോളോ ചെയ്ത് സത്യയുടെ ആ കുഞ്ഞിക്കട വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു യാത്ര പോകുമ്പോൾ അത് എന്തിനാണെന്നുള്ള ഒരു സംശയം അവർക്ക് തോന്നും. അവരെ കൊടുക്കാനാണോന്ന് അവർ സ്വാഭാവികമായിട്ട് സംശയിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ സത്യ US പോകുന്നത് കൊണ്ട് അതിനു മുമ്പുള്ള ഒരു ട്രിപ്പ് അവനെയും കൂട്ടി അങ്ങനെ വേണം ഇത് എല്ലാവരും അറിയാൻ. അതായത് അവൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അവന് കൊടുക്കുന്ന ഒരു സന്തോഷകരമായ യാത്രവയ്പ്. അങ്ങനെ വേണം ഈ ട്രിപ്പിനെ എല്ലാവരും അറിയാൻ. മനസ്സിലായോ? കൈലാഷ് പറഞ്ഞു. അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ പിന്നെ ഇനി വേറൊന്നും നോക്കാനില്ല. നാളെയെങ്കിൽ നാളെ വൈകിട്ട് നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. അധികം വൈകിക്കണ്ടെന്ന് പറഞ്ഞതിന് കാരണം അവന്മാർ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ളത് കൊണ്ട് അവർക്ക് വെപ്രാളമായിട്ടുണ്ടാവും. ഇവരെവിടെയാണ് എന്നൊന്നും അറിയില്ലല്ലോ. നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടോ എന്നും അവർക്കറിയില്ല. അപ്പോൾ ആ വെപ്രാളത്തിനിടയിൽ, ആ ഒരു ടെൻഷനിനിടയിൽ അവർ ചെയ്യുന്നത് എല്ലാം ഫ്ലോപ്പായിരിക്കും, തെറ്റായിരിക്കും. അത് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമുക്ക് പോകാമെന്ന് പറയുന്നത്. മനസ്സിലായോ? കൈലാഷ് പറഞ്ഞു. അത് ശരിയാണ്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ തീരുമാനിക്കാം. പക്ഷേ യാത്ര എങ്ങോട്ടാണ്? അത് മാത്രമല്ല, ഇതെങ്ങനെ ഇവിടെ അവതരിപ്പിക്കും? മുത്തശ്ശനും മറ്റും സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിക്കുമല്ലോ. നമ്മുടെ ആവശ്യവും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നും മുത്തശ്ശനോട് സംസാരിക്കണം. കാരണം മുത്തശ്ശന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് സാധിക്കും. അതുകൊണ്ട് ഈ യാത്രയുടെ A to Z കാര്യങ്ങൾ മുത്തശ്ശനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് പോകാൻ, ആദി പറഞ്ഞു. അത് ശരിയാണ് പറഞ്ഞത്. മുത്തശ്ശന് എല്ലാം ഒരു അടുക്കും ചിട്ടയുണ്ട്. പ്ലാനിങ് നടത്താൻ പറ്റും. അതുകൊണ്ട് മുത്തശ്ശൻ്റെ ഹെൽപ്പ് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് തീരുമാനിച്ച് മുത്തച്ഛനോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് തീരുമാനിക്കാം. ഇവരെയും കൊണ്ട് പോകാൻ മാത്രമല്ലല്ലോ, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഒരു വലിയ വാരിക്കുഴിയാണ് തീർക്കാൻ പോകുന്നത്. ആ വാരിക്കുഴിയിലേക്ക് ആരൊക്കെ വന്ന് വീഴും, എത്ര പേര് വന്ന് വീഴും എന്നറിയില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എല്ലാം പ്ലാനിങ്ങോട് കൂടിയായിരിക്കും നടക്കേണ്ടത്. യാതൊരു കാരണവശാലും നമ്മുടെ പ്ലാനിങ് തെറ്റരുത്. കാരണം ആ പ്ലാനിങ് ചെന്ന് നിൽക്കുന്നത് നമ്മുടെ കല്ലുവിലാണ്. അതുകൊണ്ട് ഓരോ നീക്കങ്ങളും അത്രയും സൂക്ഷിച്ചു വേണം നമ്മൾ നടത്താൻ, കിച്ചു പറഞ്ഞു. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛന്മാരും എല്ലാവരും വരുന്നത് കാണുന്നത്. കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് ഗൂഢാലോചന. എന്താ, ഞങ്ങളും കൂടി അറിയട്ടെ,
ആദിയുടെ അച്ഛനാണ് പറഞ്ഞത്. നിങ്ങൾ ഇരിക്ക്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുമായിരുന്നു ഞങ്ങൾ, പ്രത്യേകിച്ച് മുത്തച്ഛനോട്. ആദി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് മാറി. സ്റ്റോൺ ബെഞ്ചിലായി മുത്തച്ഛൻ വന്നിരുന്നു. എന്താ ആദി, നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ്? മുത്തച്ഛൻ ചോദിച്ചു. പിന്നീട് അവർ അവരുടെ മനസ്സിലുള്ള പ്ലാനിങ് പറഞ്ഞതും മുത്തച്ഛൻ എന്തോ ആലോചനയോടെ ഇരുന്നു. എന്നാൽ അച്ഛനും ചെറിയച്ഛന്മാരുമെല്ലാം പരസ്പരം നോക്കി. നിങ്ങളിപ്പോൾ പറയുന്നത് തീക്കളിയാണ്. കല്ലുമോളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കളിയാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത്. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നാൽ നമുക്ക് നഷ്ടമാകുന്നത്? ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. എല്ലാം പ്ലാനിങ്ങോട് കൂടിയേ നടക്കൂ. അതും മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും എല്ലാവരുടെയും സമ്മതപ്രകാരം മാത്രം. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാഞ്ഞിട്ട് തന്നെയാണ്. എത്ര നാളാണെന്ന് വെച്ചാൽ എൻ്റെ പെണ്ണിങ്ങനെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ, സ്വന്തം ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താതെ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് അവളെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിൽ മാത്രം ഒരു ഷോക്കേസ് പീസ് പോലെ വെക്കാൻ വേണ്ടിയല്ല വേണ്ടത്. എല്ലാവർക്കും കിട്ടുന്നത് പോലെ സ്വാതന്ത്ര്യം അവൾക്ക് കിട്ടണം. എനിക്ക് അവളെയും കൊണ്ട് പുറത്തു പോകാൻ പറ്റണം. അവൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ സാധിക്കണം. അതിന് ഇത്രയും വർഷം അവൾ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങളുണ്ട്. സാധാരണ പെൺകുട്ടികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു അവളുടെ ലൈഫ്. അതെല്ലാം മാറണം ഇനിയെങ്കിലും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ. ആ പരിഹാരമാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ തീർക്കുന്ന ഈ കുഴിയിൽ എല്ലാവരും വന്നു വീഴണം. ഒരാൾ പോലും രക്ഷപ്പെടരുത് നമ്മുടെ കയ്യിൽ നിന്നും. അവരറിയണം ഇത്രയും നാളും അവളുടെ കാര്യമോർത്ത് നിങ്ങളെല്ലാവരും അനുഭവിച്ച വേദന. നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് അവളാണ്, കല്യാണി. പിന്നെ അവന്മാരെ എനിക്ക് വേണം, എല്ലാവരെയും. എൻ്റെ പെണ്ണിനെ ദ്രോഹിക്കാനായിട്ട് കൂട്ടുനിന്ന, ചെറുതായിട്ട് പോലും അവരെ സഹായിച്ച എല്ലാവരെയും എനിക്ക് വേണം, ആദി പറഞ്ഞു. ആ സമയം ആദിയുടെ മുഖം കണ്ട് മുത്തശ്ശൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. നിന്റെ തീരുമാനം തെറ്റാവില്ല എന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളൂ, കൂടെ ഞാനുണ്ടാകും, മുത്തശ്ശൻ പറഞ്ഞു. ആദി മുത്തശ്ശൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ തനിക്ക് ഒരു ഉറപ്പ് തരുന്നത് പോലെയാണ് മുത്തശ്ശന് തോന്നിയത്. മുത്തശ്ശനും അവൻ്റെ കൈക്കുമേൽ മുത്തശ്ശൻ്റെ കൈ വെച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു കറക്റ്റ് ടൈമിംഗ് പാലിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ടൈമുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.